കർത്താവ് ഈ വർഷം നൽകിയ അടുത്ത ഒരു ദൂതെന്ന് പറയുന്നത്, കൃപയാലുള്ള അഭിവൃദ്ധിയും ഉയർച്ചയും നിങ്ങൾ പ്രാപിക്കുക. ആമേൻ. അത് കഴിവിനാലല്ല, പ്രവൃത്തിയാലല്ല, അധ്വാനത്താലല്ല, ദൈവത്തിന്റെ കൃപയാൽ. പ്രാർത്ഥിക്കുന്നവൻ, ദൈവത്തെ വിശ്വസിക്കുന്നവൻ, ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നവന് ദൈവം കൃപയാൽ അഭിവൃദ്ധി നൽകും, ദൈവം കൃപയാൽ ഉയർച്ച നൽകും. ഹല്ലേലൂയ. ഇന്നത്തെ ശാലോം സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് തരുന്ന ദൂതിന്റെ ആധാരം എഫേസ്യ ലേഖനം 2-ാം അധ്യായം 8-ാമത്തെ വാക്യമാണ്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. ഇത് രക്ഷയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ രക്ഷ, നിത്യജീവൻ പ്രാപിക്കുവാനുള്ള രക്ഷ, അല്ലെങ്കിൽ ആ നിത്യജീവൻ എന്ന് പറയുന്നത് കൃപയാല, നമ്മുടെ കർമ്മമാർഗത്താലോ നേർച്ചയാലോ കാഴ്ചയാലോ പുണ്യപ്രവൃത്തികളാലോ ഒന്നുമല്ല, ദൈവത്തിന്റെ കൃപയാലാണ് നാം രക്ഷ പ്രാപിച്ചിരിക്കുന്നത്. അത് ദൈവത്തിന്റെ ദാനമാണ്. അപ്പൊ ദൈവം രക്ഷ നൽകും, കൃപയാൽ നൽകും. എന്നാൽ അതോടൊപ്പം തന്നെ ഒരു കാര്യം ഓർക്കണം, ദൈവത്തിന്റെ മക്കൾക്ക് ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെല്ലാം അവന്റെ കൃപയാൽ തന്നെ തരുന്നതാണ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ കഴിവ് കൊണ്ടും എൻ്റെ മിടുക്കൊണ്ടും നേടിയെന്നോ പ്രാപിച്ചു എന്ന് പറയാനുള്ള ഒന്നും നമ്മുടെ ജീവിതത്തിൽ കാണുകയല്ല. ദൈവം തൻ്റെ കൃപയാൽ നമുക്ക് വേണ്ടി കരുതി വെച്ചത്. ബൈബിൾ പഠിച്ചാൽ മനസ്സിലാകും, തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം സംഗ്രഹിച്ചു വെക്കുന്ന നന്മയുണ്ട്. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് വേണ്ടി ദൈവം എല്ലാ നന്മയും പുറകെ കൊണ്ട് കൊടുക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം പിന്തുടരും. മുൻപേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടുകൂടി ഇതൊക്കെ ലഭിക്കും. അപ്പൊ ദൈവത്തിന്റെ കൃപ പ്രാപിക്കുന്നവർക്ക് ദൈവം നന്മ കരുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. അത് ഭാഗ്യവശാൽ ലഭിക്കുന്നതോ അർഹതയില്ലാത്ത സ്ഥാനത്ത് വരുന്നതൊക്കെയാണ്. യഹോവയുടെ നിയമപ്പെട്ടകം ദാവീദ് ഫിലിസ്ത്യരുടെ അടുക്കൽ നിന്ന് പിടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് വലിയൊരു കൂട്ടമായി വിരുദ്ധന്മാരുമായി 30,000 വിരുദ്ധന്മാരുമായിട്ട് യെരൂശലേമിലേക്ക് കൊണ്ടുവരുന്ന കാഴ്ച ശമൂവേൽ 2-ാം പുസ്തകം 6-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. എന്നാൽ അതിനകത്ത് നിയമം തെറ്റിച്ചു കൊണ്ടുവന്നതുകൊണ്ട്, പുരോഹിതന്മാർ ചുമക്കാതെ അതിനെ കാളയുടെ പുറത്ത് വെച്ച് കെട്ടിക്കൊണ്ടുവന്നതുകൊണ്ട് ദൈവത്തിന്റെ കോപം വന്നു. അവിടെ മരണമൊക്കെ നടന്നു. പെട്ടെന്ന് ദാവീദ് ഭയപ്പെട്ടിട്ട് ആ യഹോവയുടെ നിയമപ്പെട്ടകം ആ കാളയുടെ പുറത്തുനിന്ന് എടുത്ത് ആ വഴിവക്കിൽ താമസിച്ച ഗിത്യനായ ഓബേദ്-ഏദോമിന്റെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് അവർ രക്ഷപ്പെട്ട് കളഞ്ഞു. ഓബേദ്-ഏദോമിന് ഒന്നും പറ്റിയില്ല. അവന്റെ വീട്ടിൽ കൊണ്ടുവച്ചപ്പോൾ സംഭവിച്ച കാര്യം, യഹോവയുടെ പെട്ടകം ഗിത്യനായ ഓബേദ്-ഏദോമിന്റെ വീട്ടിൽ 3 മാസം ഇരുന്നു. യഹോവ ഓബേദ്-ഏദോമിനെയും അവന്റെ കുടുംബത്തെയും ഒക്കെയും അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. ഓബേദ്-ഏദോം ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. പക്ഷേ ഭാഗ്യവശാൽ ആരും ഉപേക്ഷിച്ചിട്ട് പോയതുപോലെ രക്ഷപ്പെട്ട് ഇട്ടിട്ട് ഓടിയതാ. അവന്റെ വീട്ടിൽ വന്നപ്പോൾ ദൈവത്തിന് ഒരുവനെ അനുഗ്രഹിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള വഴിയുണ്ട്. എനിക്ക് 2026 ആദ്യത്തെ ചില ദിവസങ്ങളിൽ ദൈവം തരുന്ന അടുത്ത ഒരു ആലോചന എന്ന് പറഞ്ഞ ഇതാണ്: ഈ വർഷം ദൈവം തൻ്റെ മക്കൾക്ക്, തന്നെ സ്നേഹിക്കുന്നവർക്ക് വഴി എവിടുന്നാന്ന് നോക്കണ്ട, പക്ഷെ ദൈവമായിട്ട് ചില നന്മകൾ കരുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായത്തിൽ യഹോശാഫാത്തിനെതിരെ യുദ്ധം ചെയ്ത കുറെ മനുഷ്യരുണ്ട്. അവര് യഹോശാഫാത്ത് പക്ഷേ ഉപവാസ പ്രാർത്ഥനയ്ക്കാണ് തീരുമാനമെടുത്തത്. ഒടുവിൽ ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു. ആ പ്രതികൂലമായി നിന്ന യുദ്ധത്തിന് വന്ന ശത്രുക്കളായ മോവാബ്യരുടെയും അമ്മോന്യരുടെയും മെയൂന്യരുടെയും മുഴുവൻ സമ്പത്തും അവർക്ക് ദൈവം ദാനമായി നൽകി, ഒരു യുദ്ധം പോലും ചെയ്യാതെ. ദൈവം ഈ സംവത്സരം ദൈവത്തെ സ്നേഹിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർ, ദൈവം മുമ്പാകെ ദൈവത്തെ ആരാധിക്കുന്നവർ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർ, ഉപവാസം ഇരുന്ന് പ്രാർത്ഥിക്കുന്നവർ, അവർക്ക് വേണ്ടി ദൈവം തന്നെ അഭിവൃദ്ധി കരുതി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അത് നമ്മുടെ കഴിവ് കൊണ്ടോ അധ്വാനം കൊണ്ടോ സ്വാധീനം കൊണ്ടോ അല്ല, ദൈവമായി കരുതിയ ചില നന്മകൾ. ഹല്ലേലൂയ. തന്റെ ഭക്തന്മാർക്ക് വേണ്ടി അവൻ സംഗ്രഹിച്ചു വെച്ചതും മനുഷ്യപുത്രന്മാർക്കാണെങ്കിൽ പ്രവർത്തിച്ചതുമായ നന്മ എത്ര വലിയെന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടി ദൈവം കരുതിയിട്ടുണ്ട്. രാമേൻ പറഞ്ഞ്, ദൈവം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കാണാത്തത്, നിങ്ങൾ അറിയാത്തത് കരുതിയിട്ടുണ്ട്. ഞാനീ പറയുന്നത് അലസന്മാർക്ക് വേണ്ടിയോ ദൈവത്തെ വിശ്വസിക്കാത്തവർക്ക് വേണ്ടിയോ ഒന്നുമല്ല, വചനം അനുസരിക്കാത്തവർക്ക് വേണ്ടിയല്ല. വചനം അനുസരിക്കുന്ന, ദൈവത്തെ ഭയപ്പെടുന്ന, പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന്റെ കാര്യം ഞാനീ പറയുന്നത്. ദൈവം കരുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. കുറേനക്കാരനായ ശീമോൻ വലിയ അർത്ഥത്തിലോ വിശ്വാസത്തിലൊന്നും അല്ല യേശുവിന്റെ ക്രൂശൊന്നും ചുമക്കാൻ ചുമല കൊടുത്തു. പക്ഷേ കുറേനക്കാരനായ ശീമോൻ
അല്പസമയത്തേക്ക് യേശുവിന്റെ കുരിശ് ചുമന്നപ്പോഴേക്കും പിന്നീട് അവന്റെ മക്കളെക്കുറിച്ച്, അവന്റെ കുടുംബത്തെക്കുറിച്ച് പറയുന്നത്, കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസ് എനിക്കും അമ്മയായ അവന്റെ അമ്മയ്ക്ക് വന്ദനം ചൊല്ലുമെന്ന് പൗലോസ് പറയുകയാണ്. റോമാലേഖനം 16:13. ക്രിസ്തുവിൽ പ്രസിദ്ധനായ രൂഫോസ്. ഹല്ലേലൂയ. കുറേനക്കാരൻ ശിമോന്റെ മകനായ രൂഫോസ്, അലക്സാണ്ടർ എന്ന മറ്റൊരു ഭാഗത്തുണ്ട്. അലക്സാണ്ടറിന്റെയും രൂഫോസിന്റെയും അപ്പനായ ശിമോൻ. അലക്സാണ്ടർ ഒരു ഗവർണറായി മാറി, രൂഫോസ് പ്രസിദ്ധനായി മാറി. ഹല്ലേലൂയ. ഭാഗ്യവശാൽ നന്മ വരുന്ന വഴികൾ കണ്ടോ. അത് കുരിശ് ചുമക്കാൻ അങ്ങോട്ട് പോയൊന്നുമല്ല, അവരെ പിടിച്ചേൽപ്പിച്ചതാ. ആമേൻ. കർത്താവിന്റെ കുരിശ് ചുമക്കാൻ, അല്ലെ കർത്താവിന്റെ വേണ്ടി നിൽക്കാൻ, ഒന്ന് ചുമല കൊടുക്കുവാൻ, ദൈവഭാഗത്ത് നിന്ന് അനുഭവിക്കാൻ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം നന്മ തരും, അഭിവൃദ്ധി തരും. അതിനകത്ത് ആരും ആശങ്കപ്പെടണ്ട. ഹല്ലേലൂയ. രൂത്തിന്റെ പുസ്തകത്തിൽ കാണുന്നത്, രൂത്ത് എല്ലാം തകർന്ന നവോമിയുടെ കൂടെ രൂത്ത് ബേത്ലഹേമിലേക്ക് മടങ്ങി വരുന്നൊരു കാഴ്ചയുണ്ട് 1-ാം അധ്യായത്തിൽ രൂത്തിന്റെ പുസ്തകത്തിൽ. എന്നാൽ മടങ്ങി വന്നിട്ട് അവൾ വേലയ്ക്ക് പോയത്, പണിക്ക് പോയത്, കൂലിപ്പണിക്ക് പോയത് ഭാഗ്യവശാൽ ബോവസിന്റെ വയലിലായിരുന്നു. അവളൊരു കൂലിപ്പണിക്കാരിയായി തീർന്നില്ല, ആ വയലിന്റെ ഉടമസ്ഥയായി മാറി. 2-ാം അധ്യായം 3-ാം വാക്യം. അങ്ങനെ അവൾ പോയി വയലിൽ കൊയ്ത്തുകാരുടെ പിന്നാലെ ചെന്ന് പെറുക്കി. ഭാഗ്യവശാൽ അവൾ എലിമേലെക്കിന്റെ കുടുംബക്കാരനായ ബോവസിന്റെ വയലിലായിരുന്നു ചെന്നത്. പറഞ്ഞു വിട്ടതല്ല, ഭാഗ്യവശാൽ. അത് അവളുടെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തും. അപ്പൊ ദൈവം ചില കാര്യങ്ങളൊക്കെ മുമ്പിൽ കൊണ്ടുവന്ന് നമ്മളെ അങ്ങോട്ട് കയറ്റിവിടും. ഞാൻ പറഞ്ഞത് ഇത് കൃപയാല ദൈവത്തെ പ്രസാദിപ്പിച്ചു. ഈ വർഷം തീരുമാനമെടുക്ക്, എനിക്ക് എന്റെ ദൈവം കഴിഞ്ഞേ ഉള്ളൂ, ദൈവം മതി, ദൈവത്തിന്റെ പിന്നാലെ നടന്നാൽ മതി. എല്ലാവരും പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞ് നടന്നാൽ മതി, ഉപവാസം എന്ന് പറഞ്ഞ് നടന്നാൽ മതി. ദൈവം നൂലെ കെട്ടി ഇറക്കി തരുമെന്നൊക്കെ ചോദിക്കുന്നവരില്ലേ? ദൈവത്തിന് സഹായിക്കാൻ സഹോദരങ്ങളുടെ നൂലൊന്നും വേണ്ട, കെട്ടിയിറക്കുകയും വേണ്ട, അല്ലാതെ തരാൻ പറ്റും. ഒരു നൂല് പോലും ദൈവത്തിന് വേണ്ട കെട്ടിയിറക്കി തരാൻ. ദൈവത്തിന് 100 വഴികളുണ്ട്, നമ്മൾ ആ വഴികൾ കണ്ടിട്ടില്ല. ഹല്ലേലൂയ. ഞാൻ വീണ്ടും പറയാം, അത് വിശ്വാസമുള്ളവന് വേണ്ടിയാ, അത് ദൈവത്തെ അനുസരിക്കുന്നവന് വേണ്ടിയാ, അത് വചനം അനുസരിക്കുകയും ദൈവത്തെ പ്രീതിപ്പെടുത്തുകയും ചെയ്യുന്നതിന് വേണ്ടി ദൈവം കരുതിയിട്ടുണ്ട് നന്മ. ഈ സാഹചര്യത്തോട് പറയാ, ഞാൻ നിങ്ങളെ അടിമ വീടായ മിസ്രൈമിൽ നിന്ന് ഞാൻ കനാൻ ദേശത്തെ കൊണ്ടുപോവുക. അവിടെ നിങ്ങൾ ചൊല്ലുമ്പോൾ നിങ്ങൾ ഈ കഷ്ടത അനുഭവിച്ചതിനും വേദന അനുഭവിച്ചതിനൊക്കെ ഒരു പ്രതിഫലം തരിക. ദൈവം അങ്ങനെ കരുതെന്നറിയാമോ? ആവർത്തന പുസ്തകം 6-ാം അധ്യായം 10 മുതലുള്ള വാക്യം നോക്കിക്കോണം. ദൈവം അവരോട് പ്രോമിസ് ചെയ്യാണ്, നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുമെന്ന് അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്ന നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് നിന്നെ കൊണ്ടുചെന്ന്, നീ കേട്ടോണം, നീ പണിയാത്ത വലുതും നല്ലതുമായ പട്ടണങ്ങളും നീ നിറയ്ക്കാത്ത സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകളും നീ കുഴിക്കാത്ത കിണറുകളും നീ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവുതോട്ടങ്ങളും നിനക്ക് തരികയും നീ തിന്ന് തൃപ്തി പ്രാപിക്കുകയും ചെയ്യുമ്പോൾ നിന്നെ അടിമ വീടായ മിസ്രൈം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന യഹോവയെ മറക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. പ്രിയമുള്ളവർ, ദൈവം നന്മ നൽകും. അഹങ്കരിക്കരുത്, ദൈവത്തെ മറക്കരുത്. ഈ 2026 ദൈവം നിങ്ങൾക്കൊരു അഭിവൃദ്ധി തരും. ദൈവകൃപയാൽ നിങ്ങൾക്ക് ഉയർച്ച തരും. താണിരുന്ന് വേണം കർത്താവിന്റെ സന്നിധിയിൽ ഒരു തീരുമാനമുണ്ട്. കർത്താവേ, എനിക്ക് നീ തരുന്നത് മതി, നീ തരും, നിനക്ക് കഴിയും. എനിക്കറിയാം ഈ ദൂത് ആരോടാ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാം നഷ്ടപ്പെട്ട് ഒരു രൂത്തിനെ പോലെ ശൂന്യതയായി നിൽക്കുന്ന ചിലരുണ്ട്. കർത്താവ് അവരോടാണ് ഈ ദൂത് പറയുന്നത്. ദൈവം നിങ്ങൾ അധ്വാനിക്കാത്ത അഭിവൃദ്ധി തരും. നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്ന നിമിത്തം, ദൈവത്തെ അനുസരിക്കുന്ന നിമിത്തം, ദൈവത്തിന്റെ വഴി ചേർന്ന് നടക്കുന്ന നിമിത്തം ദൈവമായിട്ട് ചില നന്മകൾ സംഗ്രഹിച്ചു കരുതി വെച്ചത് ഈ വർഷം ദൈവം തരാൻ പോകുകയാണ്. ആമേൻ പറഞ്ഞേ, ആമേൻ. ഹല്ലേലൂയ. അത് മാത്രമല്ല, രക്ഷയും നിത്യജീവനും കർത്താവായ യേശുക്രിസ്തുവിലൂടെ അവൻ നമുക്ക് നൽകി തരും. പ്രിയ കർത്താവേ, ഈ സന്ദേശം കേൾക്കുന്നതിന്റെ പ്രിയപ്പെട്ടവരെ അങ്ങയുടെ കരങ്ങളിൽ ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയാൽ ഞങ്ങൾക്ക് തരാൻ പോകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളുടെ പ്രവൃത്തികൾ അതിന് കാരണമല്ല, വിശ്വാസത്താൽ ഞങ്ങൾക്ക് തരുന്ന എല്ലാ വിടുതലിനായി നന്ദി. ഈ വചനം കേൾക്കുന്നവരിൽ കാലങ്ങളായി കർത്താവിച്ച ശാപനുഖങ്ങളുടെ കീഴിൽ കിടന്നതുപോലെ ഒരു അഭിവൃദ്ധിയും പ്രാപിക്കാൻ കഴിയാതെ, ഒരു ഉയർച്ചയും പ്രാപിക്കാൻ കഴിയാതെ, ശാപങ്ങൾക്കകത്ത് മരണം വീടായി കിടന്ന വീടുകളെ കർത്താവെ ദുഷ്ടപിശാച് മുഴുവൻ ചിഹ്നിപ്പിച്ച് ചിതറിച്ചു കളഞ്ഞ നിന്റെ മക്കളുടെ നന്മകൾ, ആരോഗ്യം, വിദ്യാഭ്യാസം, ഭാവി കർത്താവെ എല്ലാം നഷ്ടമായെടുത്ത് കൃപയാൽ കർത്താവെ ഭാഗ്യവശാൽ ദൈവത്തിന്റെ ആത്മാവേ വഴികൾ തുറന്ന് ഒരു ഉയർച്ചയിലേക്ക് ദൈവമായിട്ട് നയിക്കാൻ പോകുന്നതിനായി സ്തോത്രം. നിന്റെ മക്കൾക്ക് ഭവനം, കർത്താവെ കൃഷിസ്ഥലം, നന്മകൾ, പട്ടണം, അനുഗ്രഹങ്ങൾ ഇതെല്ലാം നീ പ്രോമിസ് ചെയ്തതുപോലെ നൽകിയതുപോലെ ഈ മക്കളുടെ ജീവിതത്തിൽ അത് സംഭവിക്കട്ടെ. ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു.
കർത്താവ് യേശുവിനോട് ചേർന്ന് അവിടുത്തെ പ്രസാദിപ്പിച്ച് അവിടുത്തെ വഴികളിൽ തന്നെ നിൽക്കുവാനിടയാകട്ടെ. കർത്താവ് ഈ വചനം കേൾക്കുന്ന ഒരു വ്യക്തി പോലും നശിച്ചു പോകരുത്. നിത്യജീവൻ പ്രാപിക്കുവാൻ യേശുക്രിസ്തു മുഖാന്തരം ഇടയാകട്ടെ. നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവ് നല്ലവൻ. അവനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവൻ ഒത്തിരി കരുതിയിട്ടുണ്ട്, നന്മകൾ കരുതിയിട്ടുണ്ട്. അവൻ വിശ്വസ്തൻ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ കുറെ പേർക്ക് ഷെയർ ചെയ്യാം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വെരി ബ്ലസ്ഡ് ഡേ.